ഹായ്, എല്ലാവർക്കും അനിതാസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ആപ്പത്തിൻ്റെ ബാറ്റർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നതിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ആപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളതിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ അതിന് 2 ഗ്ലാസ് പച്ചരിയാണ് എടുക്കാറ്. 2 ഗ്ലാസ് പച്ചരി, അതിൽ 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, കുറച്ച് ഉലുവ. ഇത് നല്ലോണം കഴുകിയിട്ട് നമ്മൾ വെള്ളമൊഴിച്ച് വെക്കണം. 4 മണിക്കൂർ കുതിരാൻ വെക്കണം. അതിനുശേഷം നാളികേരം, ഒരു മുറി തേങ്ങയും കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് ഇത് നല്ലോണം അരച്ച് എടുക്കണം. കാലത്താവുമ്പോൾ ഉണ്ടാക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് നമ്മൾ ഇതിൽ സോഡാ മാവ് കുറച്ച് ആഡ് ചെയ്തിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഇളക്കി വെച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ആപ്പം ഉണ്ടാക്കാൻ തുടങ്ങി നല്ല ടേസ്റ്റിയായ ആപ്പം ഉണ്ടാവും. അരി നല്ലോണം കഴുകിയിട്ടുണ്ട്. നല്ല വെള്ളം ഒഴിച്ചിട്ട് 4 മണിക്കൂർ കുതിർത്താൻ വെച്ചതിന് ശേഷം അരച്ചെടുക്കും. അപ്പം ഞാൻ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ഇത് ഒരു 4-5 മണിക്കൂർ ആയി അരി. അതിനി മിക്സിയിൽ ജാറിലേക്ക് ഇട്ടിട്ട് ഉണ്ട്. അതിലേക്ക് കുറച്ച് ചോറ്, നാളികേരം, വെള്ളം ഞാൻ അരച്ചെടുത്ത് കൊണ്ടിട്ടുണ്ട്. ഒഴിക്കുന്നു. ഇനി ഇത് കാലത്ത് ഉണ്ടാക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് സോഡാമാവും പഞ്ചസാരയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് എടുത്ത് വയ്ക്കും. ഉണ്ടാക്കി തുടങ്ങും. മാവ് കാലത്ത് ഞാൻ മാവ് എടുത്തു. നല്ലോണം പൊന്തിയിട്ടൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് കുറച്ച് ഉപ്പ്, കുറച്ച് സോഡാമാവ്, ഒരു 3 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഇളക്കി വയ്ക്കുക. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഉണ്ടാക്കാം. ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണിക്കാം. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. നമുക്ക് ആപ്പച്ചട്ടി ചൂടായി. അതിലേക്ക് ആപ്പം ഒഴിക്കുക, മാവ് ഒഴിക്കുക. മൂടി വയ്ക്കുക. ആപ്പം റെഡിയായി. ഇനി നമുക്കതൊന്ന് എടുക്കാം. ഇന്നലത്തെ 900